വ്യവസായ നയത്തിൽ മൈനിങ്ങിനെ സംബന്ധിച്ച് പരാമർശിക്കുന്നത് പാരാ 6-ലാണ്. പാരാ 6 ആണ് അതിൻ്റെ അകത്ത്. പാരാ 6.6 മൈനിങ് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിലെ ഒരു പാരഗ്രാഫ് ഉണ്ട്. The mining of rare earths will be restricted to public sector. Use of mineral wealth in Chavara, Thottapalli belt shall be taken up in a planned and holistic manner on the basis of a master plan to produce value-added products without endangering the livelihood of the coastal communities and environment. A large modern plan will be set up to produce titanium metal without conforming to titanium pigment alone. The technology required for this will be tied up through joint ventures with reputed entities in this field. ഇതാണ് വ്യവസായ നയത്തിൽ ഖനനവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇംഗ്ലീഷ് വെർഷനിൽ പറഞ്ഞു. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ നേരത്തെ ജഡ്ജ്മെന്റ് ഉണ്ട്. ഈ ജഡ്ജ്മെന്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗവൺമെന്റിന് ആർജവമുണ്ട്, ഗവൺമെന്റിന് ആഗ്രഹമുണ്ട്, ഗവൺമെന്റ് ഇച്ഛാശക്തിയുണ്ട്, ഗവൺമെന്റ് പറയുന്നത് സത്യസന്ധമാണെങ്കിൽ ഈ ജഡ്ജ്മെന്റ് പ്രകാരം CMRLന് അനുവദിച്ചിട്ടുള്ള ആ ലീസ് ഏരിയ നോട്ടിഫൈ ചെയ്ത് വേണമെങ്കിൽ സർക്കാരിനെ തിരിച്ചെടുക്കാം. അതല്ല എങ്കിൽ ഡിവിഷൻ ബെഞ്ച്, കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് പ്രകാരം ആ സ്ഥലം CMRLന് ലീസ് അനുവദിച്ചു കൊടുക്കാം. ഇതാണ് ഈ രണ്ട് ഓപ്ഷൻ ഇന്ത്യത്തുണ്ട്. ഇങ്ങനെ വരുമ്പോഴാണ് ഈ വ്യവസായ നയത്തിന്റെ മലയാള വെർഷൻ ഉണ്ടായത്. സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ വായിച്ച ഇംഗ്ലീഷ് വെർഷന്റെ അതേ ലാംഗ്വേജും അതേ കണ്ടന്റും അതേ കാര്യം മാത്രമേ മലയാളം വെർഷൻ ഉണ്ടാകാൻ കഴിയുള്ളൂ. ഇനി മലയാളം വെർഷൻ 6.6 ഖനനത്തിൽ ഈ 2017 ഞാൻ നേരത്തെ വായിച്ച ഇംഗ്ലീഷ് വെർഷന്റെ അതേ മലയാളം വെർഷൻ വായിക്കാം. ആദ്യത്തെ സെന്റൻസ് കറക്റ്റാണ്. ധാതുമണൽ ഖനനം പൊതുമേഖലയിൽ മാത്രമായി പരിമിതപ്പെടുത്തും. അപ്പൊ അങ്ങനെ ഒരു നിലപാട് വ്യവസായ നയത്തിൽ സ്വീകരിച്ചു പോന്നാൽ സ്വാഭാവികമായിട്ടും ഈ സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സ്ഥലം നോട്ടിഫൈ ചെയ്ത് തിരിച്ചേറ്റെടുക്കുക എന്ന് സർക്കാരിന് പറ്റത്തുള്ളൂ. അത് കഴിയുമ്പോൾ അവിടെ അടുത്തൊരു സെന്റൻസ് വരികയാണ്, എന്നാൽ ഇത് സംബന്ധിച്ച് ഇപ്പോൾ നിലവിലുള്ള ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവ് പാലിക്കപ്പെടുന്നതായിരിക്കും. ഈ സെന്റൻസ് എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് ചോദ്യം നമ്പർ 1, വിച്ച് ഇസ് നോട്ട് ഇൻ ദി ഇംഗ്ലീഷ് വെർഷൻ. ഈ സെന്റൻസ് എന്ന് പറഞ്ഞ ഈ ഒരു വാചകം എന്ന് പറയുന്നത് CMRLന് ആ ലീസ് അനുവദിച്ച് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസ്, പോളിസി സ്പേസ് കാർവ് ഔട്ട് ചെയ്താണ്. ഞങ്ങൾ പൊതുമേഖലയിലെ ഖനനം അനുവദിക്കുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ CMRLന് വേണ്ടി ഒരു വരി വാചകം ഇപ്പോഴത്തെ സുപ്രീം കോടതിയുടെ ഉത്തരവ് പാലിക്കപ്പെടുന്നതായിരിക്കുമെന്ന് പറഞ്ഞത് അവർക്ക് വേണ്ടിയിട്ടാണ്. കാരണം അവരുടെ അപേക്ഷ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിക്ക് കൊടുത്ത നിവേദനത്തിന്റെയും മറ്റു മന്ത്രിമാർക്ക് കൊടുത്തതിന്റെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥർ താഴെത്തട്ടിൽ എഴുതിയിരുന്നത് സർക്കാരിന്റെ നയം പരിശോധിക്കുമ്പോൾ ഇത് ചെയ്യാൻ കഴിയില്ല, സർക്കാരിന്റെ നയം ഈ നിലയിലാണ്, സർക്കാർ പൊതുമേഖലയിൽ മാത്രം അനുവദിക്കുമെന്ന് പറയുമ്പോൾ ലീസ് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇതുമായി ബന്ധപ്പെട്ട നിയമോപദേശമെല്ലാം അവരെടുത്തു. നിയമോപദേശം എടുത്തപ്പോൾ സർക്കാരിന് ഈ ലീസ് നൽകണമെന്ന് നിർബന്ധമില്ല എന്നെല്ലാം പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഈ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് ഓരോ മാസവും 5ഉം 3ഉം 8 ലക്ഷം രൂപ മാസാമാസം വന്നുകൊണ്ടിരിക്കുന്നു. അതുകൂടാതെ വലിയ തുക സംഭാവനയായി കൊടുത്ത PV എന്ന പേരും പിണറായി വിജയന്റെ പേരും മറ്റേ ഞാൻ നേരത്തെ വായിച്ച ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഇതിലുണ്ട്. അപ്പൊ എവിടേക്ക് എന്തോരം പണം പമ്പ് ചെയ്തു എന്ന് നമുക്കറിയില്ല. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇടുത്തി പോലെ മറ്റൊരു ഡെവലപ്മെന്റ് ഉണ്ടായത്. 2018-19 സംസ്ഥാന സർക്കാർ ഇത് പോസിറ്റീവായി പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമുണ്ടായി. ആറ്റമിക് മിനറൽസുമായി ബന്ധപ്പെട്ട എല്ലാ സ്വകാര്യ ഖനനാനുമതികളും റദ്ദ് ചെയ്യാൻ തീരുമാനമുണ്ടായി. കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. കേന്ദ്ര സർക്കാർ ആറ്റമിക് കൺസെഷൻ റൂൾസ് 2019 അമെൻമെന്റ് വരുത്തിക്കൊണ്ട് on 22/2019 Government of India amended the atomic mineral concession rules and brought down the threshold value from 0.75 to 0.00. With this amendment, only government companies are allowed to mine beach and mineral in the country, as all beach and mineral deposits comes under the category above the threshold value since the value is 0. അതായത് 20/2/2019
ഈ രാജ്യത്ത് നിലനിൽക്കുന്ന എല്ലാ ആറ്റമിക് കൺസെഷൻ മിനറൽ മൈൻസും അല്ലെങ്കിൽ മൈനിങ് പെർമിഷൻസും ക്യാൻസൽ ചെയ്യാൻ തീരുമാനം എടുക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ 1/3/2019 in addition on 1/3/2019 Ministry of Mines issued an order for premature termination of all mineral concessions of beach and minerals held by private companies and instructed to take necessary action in this regard. In this connection, on 19/3/2019, Ministry of Mines issued a letter to all principal secretaries in charge to determine the lease held by private companies. അതായത് ഈ 19/3/2019 എല്ലാ മിനറൽ കൺസെഷൻസും ക്യാൻസൽ ചെയ്യാൻ കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടതിൻ്റെ പിന്നാലെ സ്വാഭാവികമായിട്ടും കേരളത്തിലെ മൈനിങ് ആൻഡ് ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് ഇവരോട് ഈ ലീസ് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി 2004 കൊടുത്തു എന്ന് പറയുന്ന ലീസ് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ട നടപടികളുമായി മുന്നോട്ട് പോയി അവർ ഓരോ ഘട്ടങ്ങളിലും അതിൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് ലീഗൽ ഒപ്പീനിയൻ വാങ്ങി ലാസ്റ്റ് ലീസ് ടെർമിനേറ്റ് ചെയ്ത ഡോക്യുമെൻ്റാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ടെർമിനേറ്റ് ചെയ്യുന്ന ആ ഒരു തീരുമാനമെടുത്തത് 12/4/2019 12/4/2019 ഈ തീരുമാനമെടുത്ത് കഴിഞ്ഞപ്പോൾ ആ തീരുമാനം പ്രാബല്യത്തിലായി നോട്ടിഫൈ ചെയ്ത് സംസ്ഥാന സർക്കാർ തിരിച്ചെടുക്കാനുള്ള പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ലീസ് ക്യാൻസലായി കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും സർക്കാരിന് ആ സുപ്രീം കോടതി വിധി പ്രകാരം നോട്ടിഫിക്കേഷൻ ഇറക്കി വളരെ നിസ്സാരമായിട്ട് ആ സ്ഥലം തിരിച്ചെടുക്കാനുള്ള നോട്ടിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിണറായി വിജയന് നേരിട്ട് CMRL കമ്പനി ഒരു നിവേദനം നൽകി. അങ്ങ് ഫയൽ വിളിച്ചു വരുത്തി ഞങ്ങൾക്ക് അനുകൂലമായ തീരുമാനമെടുക്കണം. ഇത് സംബന്ധിച്ച് ആദ്യത്തെ ഇൻവോൾവ്മെന്റ് ഉണ്ടാകുന്നത്, അതായത് ഇത് സംബന്ധിച്ച് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇൻഡസ്ട്രീസിനോട് ഇത് സംബന്ധിച്ച നോട്ട് കൊണ്ടുവരാൻ പറയാൻ. അതിൻ്റെ അകത്ത് PS മാർക്ക് ചെയ്ത് ഇതാണ് ഒരു ക്രൂഷ്യൽ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്.